വിവിധ ഡിസൈനുകളിലും ഫാഷനുകളിലും ഇന്ന് നാം അണിയുന്ന വസ്ത്രങ്ങളുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുകയാണ് കണ്ണൂരിലെ ഓടം കൈത്തറി മ്യൂസിയം. കണ്ണൂർ പയ്യാമ്പലത്തെ കൈത്തറി മ്യൂസിയത്തിലേക്ക് വന്നാൽ ആരും മടങ്ങിപ്പോവുക മനംനിറയെ അറിവുമായാണ്. കൈത്തറിക്കൊപ്പം വളർന്ന മലബാർ ജനതയുടെ ജീവിതവും പോരാട്ട ചരിത്രവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം. ഇൻഡോ യൂറോപ്യൻ വാസ്തുമാതൃകയിൽ നിർമ്മിച്ച പയ്യാമ്പലത്തെ ഹാൻഡ്വീവ് കെട്ടിടത്തിലാണ് മ്യൂസിയം കെട്ടിടം തലയുയർത്തി നിൽക്കുന്നത്. കണ്ണൂരിൻ്റെ ചരിത്രത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന കൈത്തറിയുടെ പാരമ്പര്യം ഇവിടെ വിവരിക്കുന്നുണ്ട്. വസ്ത്രധാരണ പൈതൃകം, വസ്ത്രനിർമ്മാണ പൈതൃകം, സാംസ്കാരിക വളർച്ചയുടെ ഘട്ടങ്ങൾ എന്നിവയുമുണ്ട്. കൈത്തറി വ്യവസായ വളർച്ചയിൽ ജനകീയ കൂട്ടായ്മയുടെയും സഹകരണ മേഖലയുടെയും സ്വാധീനവും വ്യക്തമാക്കുന്നുണ്ട്. ആദ്യത്തെ 3 ഗാലറികളും വസ്ത്രത്തിൻ്റെയും കൈത്തറിയുടെയും ഓടങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ളതാണ്. പഞ്ഞിയും നൂലും, നൂൽക്കൽ, നെയ്ത്ത്, മിനുസപ്പെടുത്തൽ, അച്ചടിയും നിറമുക്കലും, അവസാന മിനുക്കുകൾ തുടങ്ങിയവയെല്ലാം ചിത്രം സഹിതമുണ്ട്. പഴയകാല തറി, കുഴിത്തറി എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പഴയകാല വേഷവിധാനങ്ങളോടെയുള്ള രൂപങ്ങളുമുണ്ട്. 10 ഗാലറിയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൈത്തറിയുടെ ചരിത്രവും പൈതൃകവും ജനങ്ങളിലെത്തിച്ച് ഈ മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മ്യൂസിയം ഗൈഡ് ലെക്ചർ EM ബാലൻ പറഞ്ഞു. മൃഗശാല വകുപ്പിന് കീഴിൽ വരുന്ന ഈ കൈത്തറി മ്യൂസിയം 2023 മെയ് മാസത്തിലാണ് അന്നത്തെ വകുപ്പ് മന്ത്രി പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത്. ഈ ബിൽഡിംഗ് ആർക്കിയോളജിക്കൽ വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ബിൽഡിംഗ് 150 വർഷത്തിലേറെ പഴക്കേണ്ടതിന് അത് ഇൻഡോ യൂറോപ്യൻ വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച മലബാർ ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു ബിൽഡിംഗാണ്. അന്നത്തെ കളക്ടർമാരുടെ വസതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ പ്രവൃത്തി രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. ടിക്കറ്റ് നിരക്ക് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപ, കുട്ടികൾക്ക് 10 രൂപ, പിന്നെ വിദ്യാർത്ഥികൾക്ക് 35 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് 200 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 10 മ്യൂസിയം ഗാലറികളിലായിട്ട് പിക്ചോറിയൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ എക്സിബിറ്റ്സ് ഉണ്ട്. തറികൾ 5 തറികളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ റിസർച്ചേഴ്സിനും വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ഈ കൈത്തറിയുടെ പാരമ്പര്യം, ഇതിൻ്റെ വികാസം, ഇതിൻ്റെ പരിണാമം എല്ലാം പൊതുജനങ്ങൾക്കുള്ള അറിവിലേക്കും വിദ്യാർത്ഥികളുടെ അറിവിലേക്കും വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. 1ാം LDF സർക്കാരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് പയ്യാമ്പലത്തെ കെട്ടിടം പൈതൃക മന്ദിരമായി പ്രഖ്യാപിച്ചത്. കെട്ടിടം 65 ലക്ഷം രൂപ ചെലവിലാണ് ശാസ്ത്രീയമായി സംരക്ഷിച്ചത്. കേരള ചരിത്ര പൈതൃക മ്യൂസിയം നോഡൽ ഏജൻസിയായി 1.20 കോടി രൂപ ചെലവിൽ കൈത്തറി മ്യൂസിയം 2023 സജ്ജീകരിച്ചു. വിദേശികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേർ സന്ദർശകരായിട്ടുണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. സ്കൂളുകളിൽ നിന്നും പഠന ഗ്രൂപ്പുകളായി വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഇളവും നൽകുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്നവർക്ക് 2 കിലോമീറ്റർ പയ്യാമ്പലത്തേക്ക് സഞ്ചരിച്ചാൽ കൈത്തറി മ്യൂസിയത്തിലെത്താം. സമകാലിക മലയാളം, കണ്ണൂർ.